Example 12. Show that f from n to n given by f of x is equal to x plus 1 if x is odd, x minus 1 if x is even, is both 1 1 and on 2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 1 ആണെന്ന് കാണിക്കാനായിട്ട് 1 1 ആവാനുള്ള ഡെഫിനേഷൻ എന്തായിരുന്നു? 1 1ൻ്റെ ഡെഫിനേഷൻ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞെടുത്തു. പക്ഷേ ഈ എക്സ് വണ്ണിനും എക്സ് ടുവിനും കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് എക്സ് വണ്ണും എക്സ് ടുവും വേണമെങ്കിൽ ഓർഡർ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് രണ്ട് കേസുകളായിട്ട്. അതായത് എക്സ് എന്ന് പറയുന്നത് ഓഡാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആയിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ എക്സ് വണ്ണും എക്സ് ടുവും ഒരു കേസ് എന്ന് പറയുന്നത് എക്സ് വണ്ണും എക്സ് ടുവും ഈവൺ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് വണ്ണും എക്സ് ടുവും ഓഡായിരിക്കാം. പിന്നെ തേർഡ് കേസ് എന്ന് പറയുന്നത് എക്സ് വൺ ഈവൺ എക്സ് ടു ഓഡ്, അല്ലെങ്കിൽ എക്സ് വൺ ഓഡ് എക്സ് ടു ഈവൺ. അപ്പം ഇങ്ങനെ 3 കേസായിട്ട് നമുക്ക് വരാൻ പറ്റും. ഈ 3 കേസിലും എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ആണോ നോക്കണം. ദെൻ ദർ ആർ 3 പോസിബിലിറ്റീസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ ഓഡ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് both x1 and x2 are even. Third case, either x1 is odd or x2 is even, or either x1 is even or x2 is odd. ഇതായിരുന്നു നമ്മുടെ 3 പോസിബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് പോസിബിലിറ്റി ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറയുന്നത് ഓഡാണ്. ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ ഓഡ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. നമ്മൾ ഇങ്ങനത്തെ പോസിബിലിറ്റി എടുക്കാൻ കാരണം നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് അതിന് എക്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് എക്സ് ഈവൻ ആയിരിക്കുമ്പോഴും ഓഡ് ആയിരിക്കുമ്പോഴും രണ്ട് ഫംഗ്ഷൻസാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ പോസിബിലിറ്റീസ് എടുത്തിട്ട് ഈ ഓരോ കേസിലും ഈ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് എക്സ് വണ്ണും എക്സ് ടുവും എന്തായിരുന്നു? ഓഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ഓഡായിരിക്കുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷനിൽ എക്സ് ഓഡായിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ നമ്മളുടെ എഫ് ഓഫ് എക്സ് വണ്ണിന് പകരം എക്സ് വൺ പ്ലസ് വൺ എന്നും എഫ് ഓഫ് എക്സ് ടുവിന് പകരം എക്സ് ടു പ്ലസ് വൺ എന്നും കൊടുക്കും. വിച്ച് ഇംപ്ലൈസ് എക്സ് വൺ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ടു പ്ലസ് വൺ. രണ്ട് സൈഡിലും 1 ഉണ്ട്. നമുക്ക് ഈ 1നെ ക്യാൻസൽ ചെയ്ത് കളയാം. വിച്ച് ഇംപ്ലൈസ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കേസിൽ എന്താ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ആണ്. ഇനി സെക്കൻഡ് കേസ് എടുക്കുകയാണ്. കേസ് 2 എടുത്തു. കേസ് 2 എന്തായിരുന്നു? ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ മൈനസ് വൺ ഈക്വൽ ടു എക്സ് ടു മൈനസ് വണ്ണ്. മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോവും. ഇംപ്ലൈസ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു. അപ്പോൾ ഈ കേസും ഓക്കെയാണ്. ഇനി തേർഡ് കേസിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എക്സ് വൺ എന്ന് പറയുന്നത് ഓഡായിട്ടും എക്സ് ടു എന്ന് പറയുന്നത് ഈവൺ ആയിട്ടും എടുക്കുകയാണ്. എക്സ് വൺ ഈസ് ഓഡ് and x2 is even. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇതിൽ എക്സ് വൺ എന്ന് പറയുന്നത് ഓടാകുമ്പോൾ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് വൺ പ്ലസ് വൺ ആ വരിക. അപ്പോൾ എക്സ് വൺ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് ടു ഈവൺ ആയിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞിട്ടും. വിച്ച് ഇംപ്ലൈസ്
x1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, 1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടും. അതായത് x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ x2 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്, x1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഒരു ഈവൺ നമ്പറിൽ നിന്ന് ഓഡ് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ 1 അല്ലേ വരുള്ളൂ. രണ്ടും ഈവൺ നമ്പർ ആകുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വരുള്ളൂ, അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ വരുള്ളൂ. അതുപോലെ തന്നെയാണ് രണ്ടും ഓഡ് നമ്പർ ആകുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് വരുള്ളൂ. അപ്പോൾ ഒരു ഈവൺ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടി സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും 2 വരില്ല. അപ്പോൾ നമുക്ക് ഈ പോസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ x1 ഓടും x2 ഈവൺ ആയിട്ട് എടുത്തേ, ഇതേപോലെ തന്നെയാണ് x2 ഓടും x1 ഈവൺ ആയാലും സെയിം തന്നെ നമുക്ക് വരാം. കാരണം അപ്പോഴും വരാൻ പോകുന്നത് x1 പ്ലസ് 1 ഈക്വൽ ടു x2 മൈനസ് 1 x2 പ്ലസ് 1 ഈക്വൽ ടു x1 മൈനസ് 1 പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വരും. ഒരു ഈവണും ഒരു ഓടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് 2 ഒരിക്കലും വരില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി നമുക്ക് പറ്റില്ല. ബാക്കി രണ്ട് കേസിലും നമുക്ക് x1ഉം x2ഉം ഓടാകുമ്പോൾ, അല്ലെങ്കിൽ x1ഉം x2 എന്ന് പറയുന്നത് ഈവൺ ആകുമ്പോൾ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 അല്ലെങ്കിൽ 1 1 ആണ്. which is not possible since the difference between an even number and an odd number is never equal to 2. Is never equal to 2. Similarly, x1 is even and x2 is odd, not possible. Thus f is 1 1. നമ്മൾ x1ൻ്റെയും x2ൻ്റെയും 3 പോസിബിലിറ്റീസ് എഴുതി. എന്നിട്ട് അതിലെ ഓരോ കേസിലും തേർഡ് കേസ് പോസിബിൾ അല്ല നമുക്ക്. അപ്പോൾ ബാക്കി രണ്ട് കേസിലും f of x1 is equal to f of x2 implies x1 is equal to x2 ആണെന്നുണ്ട്. അതായത് x1 x2 either ഓഡ് അല്ലെങ്കിൽ ഈവൺ ആവുമ്പോൾ, ബോത്ത് ആർ either ഓഡ് ഓർ ഈവൺ ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു വന്ന് കാണിക്കണം. ഓൺ ടു വന്ന് കാണിക്കാനായിട്ട് ഒരു റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് എഫ് എന്ന് പറയുന്നത് x2 y-ലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇഫ് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു y, അതായത് കോഡൊമൈൻ ഓഫ് എഫ് ആണെങ്കിൽ, റേഞ്ചും കോഡൊമൈനും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറയുന്നത് ഓൺ ടു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ്, ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത്രയും കൂടി എളുപ്പം. ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓൺ ടു എന്ന് കാണിക്കുന്നത്. കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നിന്ന് എന്നിലേക്കുള്ളതായിരുന്നു. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ ആയിരുന്നു. അപ്പോൾ ഇത് കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഈസ് എൻ ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് ഓടായിരിക്കുമ്പോൾ, വെൻ എക്സ് ഈസ് ഓഡ്, റേഞ്ച് ഓഫ് എഫ് എന്താണെന്ന് നോക്കാം. റേഞ്ച് ഓഫ് എഫ് എക്സ് ഓടായിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് 1 ആയിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 വരും. അതുപോലെ എക്സ് 3 വരുമ്പോൾ 3 പ്ലസ് 1 എന്ന് പറയുന്നത് 4 വരും. ഇനി എക്സ് 5 വരുമ്പോൾ 5 പ്ലസ് 1 എന്ന് പറയുന്നത് 6 വരും. അപ്പോൾ എക്സ് ഓടായിരിക്കുമ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ, 2 4 6 എക്സിട്രാ പോകുന്നത്. അതായത് ഈവൺ നമ്പേഴ്സാണ് പോകുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇനി വെൻ എക്സ് ഈസ് ഈവൺ ആയിരിക്കുമ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്താ നോക്കാം.
റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു, ഇനി എക്സ് ഈവൻ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x-1 ആണ്. അപ്പോൾ എക്സ് 2 വരുമ്പോൾ 2 - 1 എന്ന് പറയുന്നത് 1 വരും. ഇനി എക്സ് 4 വരുമ്പോൾ 4 - 1 എന്ന് പറയുന്നത് 3 വരും. ഇനി എക്സ് 6 വരുമ്പോൾ 6 - 1 എന്ന് പറയുന്നത് 5 വരും. അങ്ങനെ എക്സെട്ര പോകും. അതായത് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ പറയുക, 1, 3, 5 എക്സെട്ര. അതായത് സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എക്സ് ഓഡ് ആയിരിക്കുമ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സും എക്സ് ഈവൺ ആയിരിക്കുമ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സും ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ, ഈവൺ നമ്പേഴ്സും കമ്പൈൻ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6 എക്സെട്ര. അതായത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് കിട്ടുന്നത്. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് n ആണ്. ആ n എന്ന് പറയുന്നത് നമ്മുടെ എന്താ, കോഡൊമൈൻ ഓഫ് എഫ് ആണ്. കോഡൊമൈൻ ഓഫ് എഫ്. അപ്പോൾ നമുക്ക് റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ഓഫ് എഫ് എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് അനുസരിച്ച് എഫ് ഈസ് ഓൺ ടു എന്ന് കിട്ടി. Thus f is 1, 1 and on to. Thank you.